بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. والنازعات غرقا. വചനം 1. വന്നാസിആതി ഊരിയെടുക്കുന്നവ തന്നെയാണ്, നീക്കുന്നവ തന്നെയാണ്, പിടിച്ചു വലിക്കുന്നവ തന്നെയാണ്. ഗർഖ മുങ്ങിക്കൊണ്ട്, മുഴുകിപ്രവേശിച്ചുകൊണ്ട്, നിർദ്ദയമായിക്കൊണ്ട്. മുഴുകിപ്രവേശിച്ച് നിർദ്ദയം ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. والناشطات نشطا. വചനം 2. വന്നാഷിതാത്തി അഴിച്ചുവിടുന്നവ തന്നെയാണ്, വേഗം എടുക്കുന്നവ തന്നെയാണ്. നഷ്തോ ഒരു അഴിച്ചുവിടൽ, വേഗത്തിലുള്ള അഴിച്ചുവിടൽ, സൗമ്യമായ അഴിച്ചുവിടൽ. വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. والسابحات سبحا. വചനം 3. വസ്സാബിഹാത്തി നീന്തുന്നവ തന്നെയാണ്, ഒഴുകി വരുന്നവ തന്നെയാണ്, വേഗം ഇറങ്ങി വരുന്നവ തന്നെയാണ്. സബ്ഹ ഒരു ശക്തമായ നീന്തൽ, ഇറങ്ങൽ, ഒരു ശക്തമായ ഒഴുക്ക്, ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. فالسابقات سبقا. വചനം 4. ഫസ്സാബിഖാത്തി എന്നിട്ടു അങ്ങനെ മുൻകടക്കുന്നവ, മുന്നോട്ടു ഗമിക്കുന്നവ, കുതിച്ചു പോകുന്നവ തന്നെയാണ്. സബ്ഖ മുൻകടക്കൽ, ഊക്കോടെ. എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. المدبرات أمرا. വചനം 5. ഫൽ മുദബ്ബിറാത്തി എന്നിട്ടു ചിട്ടപ്പെടുത്തുന്ന, വ്യവസ്ഥപ്പെടുത്തുന്ന, പരിപാടിയിടുന്നവ തന്നെയാണ്. അമ്രോ കൽപ്പനയെ, കാര്യത്തെ. എന്നിട്ട് കൽപ്പന, വ്യവസ്ഥപ്രകാരം ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം. يوم ترجف الراجفة. വചനം 6. യൗമ തർജുഫു വിറകൊള്ളുന്ന ദിവസം, കിടിലം കൊള്ളുന്ന ദിവസം. അർ-റാജിഫ വിറകൊള്ളുന്നത്, കിടിലം കൊള്ളുന്നത്. കിടിലം കൊള്ളുന്നത്, കിടിലം കൊള്ളുന്ന ദിവസം. تتبعها الرادفة. വചനം 7. തത്ബഉഹ അതിനെ പിന്തുടരും, തുടർന്നു വരും. അർ-റാദിഫ തുടർന്നു വരുന്നത്, പിന്നാലെയുള്ളത്. പിന്നാലെ വരുന്നത് അതിനെ തുടർന്നു വരുന്നതാണ്. قلوب يومئذ واجفة. വചനം 8. ഖുലൂബുൻ ചില ഹൃദയങ്ങൾ, യൗമ ഇദിൻ അന്ന്, വാജിഫ ഭയവിഹ്വലമായിരിക്കും, വിറകൊള്ളുന്നതായിരിക്കും. അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ചു വിറകൊള്ളുന്നവയായിരിക്കും. أبصارها خاشعة. വചനം 9. അബ്സാറുഹ അവയുടെ കണ്ണുകൾ, ദൃഷ്ടികൾ. ഖാശിഅ താഴ്മ, ഭക്തി, വിനയം, എളിമ കാട്ടുന്നതായിരിക്കും. അവയുടെ കണ്ണുകൾ വിനയപ്പെട്ടു താഴ്മ ചെയ്യുന്നവയായിരിക്കും.
يقولون أئنا لمردودون في الحافرة. വചനം 10. യഖൂലൂന അവർ പറയുന്നു, അവർ പറയും, അഇന്ന നാമോ നാമാണോ, ലമർദൂദൂന മടക്കപ്പെടുന്നവർ തന്നെ, ഫിൽ ഹാഫിറ കുഴിയിൽ, ഖബറിൽ വെച്ച്, മുൻസ്ഥിതിയിൽ. അവർ പറയുന്നു, നിശ്ചയമായും നാം കുഴിയിൽ വെച്ച് മുൻസ്ഥിതിയിൽ മടക്കപ്പെടുന്നവരാണോ? മരണസമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെക്കൊണ്ട് അള്ളാഹു ഈ വചനങ്ങളിൽ സത്യം ചെയ്യുന്നു. അതോടൊപ്പം അവർ ആ കൃത്യം നിർവഹിക്കുന്നതിന്റെ സ്വഭാവവും ചൂണ്ടിക്കാട്ടുന്നു. അവിശ്വാസികളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് വളരെ നിർദ്ദയമായ രീതിയിലായിരിക്കും. ഒരു ജലാശയത്തിനടിയിൽ മുങ്ങിത്തപ്പുന്നതുപോലെ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലും അവർ മുഴുകിപ്രവേശിക്കും. മരണമടയുന്നവൻ അതിനാൽ അങ്ങേയറ്റം വേദനയും യാതനയും അനുഭവിക്കുകയും ചെയ്യും. ഇതാണ് 1-ാം വചനത്തിൽ സൂചിപ്പിക്കുന്നത്. അവിശ്വാസികളുടെ മരണവേളയിൽ മലക്കുകൾ അവരോട് വളരെ പരുഷമായ നിലയിൽ പെരുമാറുന്നതിനെപ്പറ്റി സൂറത്ത് മുഹമ്മദ് 27-ലും അൻഫാൽ 50-ലും അൻആം 90-ലും പ്രസ്താവിച്ചിട്ടുള്ളത് സ്മരണീയമാകുന്നു. എന്നാൽ സജ്ജനങ്ങളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നതാകട്ടെ വളരെ സൗമ്യത്തിലും വേഗതയിലുമായിരിക്കും. അഥവാ കെട്ടിയിട്ട മൃഗത്തെ കെട്ടഴിച്ചു കൊണ്ടുപോകുന്നതുപോലെ വളരെ വേഗത്തിലും സന്തോഷത്തോടുകൂടിയുമായിരിക്കും. മലക്കുകൾ അവർക്കു സലാം പറയുകയും സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. സൂറത്തു നഹൽ 32-ൽ ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് കാണാം. 2-ാം വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയാണ്. 3-ാം വചനത്തിൽ ആകാശത്തുനിന്ന് മലക്കുകൾ അതിവേഗം ഇറങ്ങിവരുന്നതിനെയും 4-ാം വചനത്തിൽ അനന്തരം സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ആത്മാക്കളെ കൊണ്ട് ചെല്ലുവാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് ധൃതിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതിനെപ്പറ്റിയും സൂചിപ്പിച്ചിരിക്കുന്നു. മേൽ വിവരിച്ചതും അതല്ലാത്തതുമടക്കം ഭൂമിയിൽ നടപ്പാക്കുവാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ചിട്ടയും പരിപാടിയുമനുസരിച്ച് മലക്കുകൾ നടത്തുന്നതിനെക്കുറിച്ചാണ് 5-ാം വചനത്തിൽ സൂചന. ഈ 5 സത്യവാചകങ്ങളിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകളാണ് എന്ന നിലക്കാണ് നാം മുകളിൽ വിവരിച്ചത്. എന്നാൽ ഇവിടെ വേറെയും അഭിപ്രായങ്ങൾ ഇല്ലാതില്ല. 5 അല്ലെങ്കിൽ ആദ്യത്തെ 4 നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചാണെന്നും യുദ്ധക്കുതിരകളെക്കുറിച്ചാണെന്നും വ്യാഖ്യാതാക്കളിൽ അഭിപ്രായക്കാരുണ്ട്. ഓരോന്നിനും അതനുസരിച്ച വ്യാഖ്യാനങ്ങളും കാണാം. ഒന്നിലധികം സന്ദർഭങ്ങളിൽ മുമ്പ് നാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അള്ളാഹു ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന അഭിപ്രായങ്ങൾ തന്നെയാണവ എന്നു സമ്മതിക്കാം. പക്ഷേ സ്വഹാബികളിൽ നിന്നും മുൻഗാമികളായ മഹാന്മാരിൽ നിന്നും ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചു വന്നിട്ടുള്ളത് നാം ഒന്നാമത് വിവരിച്ച അതേ അഭിപ്രായമാകുന്നു. ആദ്യത്തെ 4 വചനങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടത് മലക്കുകളല്ലെന്ന് വെച്ചാൽ പോലും 5-ാം വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം യോജിച്ചവരാണെന്ന് ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി, ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ വ്യക്തമാക്കിയിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. ഖിയാമത്തു നാളിൽ ലോകം ആകമാനം കിടുകിട വിറപ്പിക്കുന്ന ആദ്യത്തെ കാഹളമൂത്തിനെക്കുറിച്ചാണ് 6-ാം വചനത്തിൽ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന 2-ാമത്തെ ഊത്താണ് 7-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 2 ഊത്തുകളെക്കുറിച്ചും ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അവിശ്വാസികൾക്ക് അന്നത്തെ ദിവസം അങ്ങേയറ്റ ഭയവും പരിഭ്രാന്തിയും അപമാനവും നേരിടും. അതിനുള്ള കാരണം ഇതാണ്.